ഗൈസ്, ഞാനിന്ന് കാത്തിരിക്കുന്നൊരു ദിവസമാണ് ഗൈസ്. എന്താണല്ലേ? അതായത് ഇന്ന് കിച്ചുവിൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് സുവോളജിക്കൽ പാർക്കിൽ പോകണം എന്നുള്ളത്. തൃശ്ശൂർ ഏഷ്യയിലെ തന്നെ നമ്പർ 1 പാർക്കായി വരുന്ന നമ്മുടെ തൃശ്ശൂരിലെ സുവോളജിക്കൽ പാർക്ക് പുത്തൂരിലാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പോകുന്നത് KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ്സിലാണ്. അപ്പോൾ അതിൽ കയറുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ട് കിച്ചുവിന്. അപ്പോൾ നമ്മൾ അവിടെ പോയി വെയിറ്റ് ചെയ്യുമ്പോൾ കിച്ചുവിൻ്റെ പപ്പ പോയി സ്നാക്സൊക്കെ വാങ്ങിയിട്ട് വന്നു. നമ്മളവിടെ കുറേ നേരം കാത്തിരിക്കായിരുന്നു. പിന്നെ ഞാനും ആദേശം കൂടി 2 അടിയെല്ലാം ആക്കി. പിന്നെ അമ്മ അന്ന് നല്ല 2 അടി കിട്ടിയപ്പോൾ തന്നെ നമ്മൾ കരഞ്ഞ് പിന്നെ ഓക്കെ ആയി കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ കയറുന്നതിൻ്റെ ആകാംക്ഷയിലാണ്. മുകളിൽ തന്നെ കയറണം എന്നുള്ളത് ഇവരെ നിർബന്ധമായിരുന്നു. അപ്പോൾ ഈ ഒരു ബസ് തൃശ്ശൂരിൽ നിന്ന് ശോഭ സിറ്റി വരെ ആൾക്കാരെ ഒന്ന് എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് KSRTCൻ്റെ ഈ ഒരു ബസ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതാണ് നമ്മൾ പോകുന്ന ബസ്. അപ്പോൾ ഈ ബസ്സിന് നമ്മൾ തൃശ്ശൂരിൽ നിന്ന്, അതായത് തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും സുവോളജിക്കൽ പാർക്ക് വരെ ഒരാൾക്ക് മുകളിൽ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ടിക്കറ്റ് വന്നിരിക്കുന്നത് 260 രൂപയാണ് കേട്ടോ. താഴെ എത്രയാണെന്നുള്ളത് കറക്റ്റ് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. നമ്മൾ എന്തായാലും ഈ ബസ്സിൽ പോകുന്നുണ്ട്, മുകളിൽ കയറിയിട്ട് തന്നെ പോകണം എന്നുള്ളതൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു, സൂപ്പറായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ബസ്സിനുള്ളിലേക്ക് കയറുകയാണ് ഗൈസ്. കയറുമ്പോൾ തന്നെ കിച്ചുവിന് 100 ആകാംക്ഷകളാണ്. ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ കിച്ചു ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇത് അങ്ങനെയല്ലേ, ഇതിങ്ങനെയല്ലേ. അപ്പോൾ ഇതാണ് ആ ബസ്സിൻ്റെ ഉള്ളിൽ. താഴത്തെ ഇത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. താഴെ AC ആണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മുകളിലേക്ക് സ്റ്റെയർ കേസ് ഉണ്ട്. അപ്പോൾ സ്റ്റെയർ കേസ് കയറുമ്പോൾ ഒക്കെ കിച്ചു ചോദിക്കുന്നുണ്ട്, അമ്മേ വീഡിയോ എടുക്കുന്നില്ലേ എന്താണ് ഓളാന്ന് വ്ളോഗ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഓളാന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ഫോണൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്തുകൊണ്ടുണ്ടായത്. ബസ്സിൽ കയറുന്ന എക്സൈറ്റ്മെൻറ്റ് കൊണ്ടും കയറുമ്പോൾ ഒക്കെ പേടിയും ഉണ്ട്. എന്തായാലും മുകളിൽ ഇരുന്നാൽ വീണ് പോവുമോ അങ്ങനെയുള്ള പേടിയിലാണ്. ആദ്യം നമ്മൾ മുന്നിലാണ് ഇരുന്നത്. മുന്നിൽ ഒരു കവറിങ് ഉണ്ട്, അധികം വെയിൽ കൊള്ളൂല. അപ്പോൾ മുന്നിലിരുന്നപ്പോൾ ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു, ഇത് നമ്മൾ ബുക്കിംഗ് ആണ്, സീറ്റ് നമ്പർ ഉണ്ട്. അന്നേരം നമ്മൾ സീറ്റ് നമ്പർ ഉണ്ട് എന്നുള്ള കാര്യം അറിയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞേരം നമ്മൾ ബാക്കിൽ നമ്മളെ നമ്പർ നോക്കിയിട്ട് പോയിട്ട് ഇരുന്നു കേട്ടോ. അവർ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവർ കുറേ ഒരു 2-3 വലിയ ആൾക്കാരും പിന്നെ എല്ലാം കുട്ടികളായിരുന്നു. പിന്നെ ഈ ബസ്സിൽ നമ്മളെ കൂടെ ഉണ്ടായതെന്ന് പറഞ്ഞാൽ ആ KSRTCൻ്റെ ഒരു വലിയ ഓഫീസർ ഉണ്ടായിരുന്നു കേട്ടോ. ആ ആൾ നന്നായി പാട്ടൊക്കെ പാടി നല്ല എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിച്ച് നന്നായി പാട്ട് പാടുന്ന ചേട്ടനായിരുന്നു അത്. അപ്പോൾ ബസ്സിലത്തെ ജീവനക്കാരായാലും ഒക്കെ നല്ല നമുക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റ് പറഞ്ഞു തരികയും നമ്മളായിട്ട് എല്ലാവരും ഒരു ഫാമിലി പോലെയായി. പിന്നെ ലാസ്റ്റ് ആദ്യമൊക്കെ എല്ലാവർക്കും ചമ്മലായിരുന്നു. പാട്ട് പാടലും ഡാൻസ് കളിക്കലും അതിനിടയ്ക്ക് നല്ലൊരു വൈബായിരുന്നു. അപ്പോൾ നമ്മൾ കിച്ചു ബസ് കയറിയത്, ബസ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിട്ടാ. അപ്പോഴത്തേക്ക് നമ്മൾ കയറുമ്പോൾ ഡ്രൈവറിനോട് പറഞ്ഞിട്ട് തന്നെ കയറിയതെങ്കിൽ കൂടി ബസ് അവർ നമ്മളെ വെയിറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നതെന്ന് പിന്നെയാണ് അറിഞ്ഞത്. അപ്പോൾ നമ്മൾ മുകളിൽ കയറുന്ന ഡ്രൈവർ കണ്ടു. പക്ഷേ അതിൽ വേറെ കണ്ടക്ടർ പോലത്തെ ഒരാളുണ്ട് കേട്ടോ. ആ ആൾ നമ്മൾ അന്വേഷിച്ച് നടക്കുകയാണെന്ന് പിന്നെയാണ് നമ്മൾ ബസ് ഇവർ കുറേ കഴിഞ്ഞിട്ട് നമ്മൾ അന്വേഷിച്ച് വന്നു മുകളിലേക്ക്. അപ്പോൾ നമ്മൾ കയറിയെന്ന് നേരത്തെ ഡ്രൈവറിനോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ടാകുമ്പം ആൾക്ക് പിന്നെ അവരെ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് നിങ്ങളെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയെന്ന് എന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് പിന്നെ ട്രാവൽ തുടങ്ങിയപ്പോൾ കിച്ചുവിന് ഭയങ്കര പേടിയായിരുന്നു. കിച്ചു ആദ്യം 2 സൈഡും മുറുക്ക ഇരുന്നിട്ട് തെറ്റത്താന്ന് ഇരുന്നിട്ടുണ്ടായത് ആദ്യം. എന്നിട്ട് പിന്നെ ഞാൻ പിടിച്ച് സൈഡിലേക്കാക്കിയാൽ ഇനി താഴേക്ക് വീണു പോകുമോ എന്നുള്ള പേടിയായിരുന്നു. പിന്നെ ഇങ്ങനെ ഓരോരോ മരങ്ങളൊക്കെ കാണുമ്പോൾ കിച്ചു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഞാനും ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസാണ്. ആദ്യമായിട്ടാണ് ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഫോട്ടോയിലും TV-യിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ പോലത്തെ സാധാരണക്കാരുടെ മക്കൾക്കും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവർ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ ഇവിടെ പാലുണ്ടാവില്ല, അവർ ആ സൂവെല്ലാം മൊത്തം കാണിച്ചിട്ട് വരുന്നതാണ്. ഒരാൾക്കത് വലിയ നഷ്ടമായിട്ട് തോന്നില്ല. എന്താ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഓട്ടോ വിളിച്ച് പോകുന്നുണ്ടെങ്കിൽ പിന്നെ ബസ്സിന് പോകുന്നതായിരിക്കും അല്ലേ. ബസ്സിന് പോയിട്ട് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. നമുക്ക് ഒരു ദിവസം ഫുള്ള് വേണ്ടി വരും. അത് നടന്നു ചുറ്റിക്കാണ് 4 കിലോമീറ്റർ
പാട്ട് പാടി അവിടെ പാട്ടെല്ലാം വെച്ച് കിച്ചു ഓരോന്ന് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്സൈറ്റ് ചെയ്യുന്ന കണ്ടു. ഇങ്ങനെ എന്താ മുകളിലെ കൂടി പാലങ്ങളൊക്കെ പോകുമ്പോൾ എന്താ വടക്കുന്നാഥൻ്റെ ക്ഷേത്രമാണ് ഇത് കേട്ടോ. വടക്കുന്നാഥൻ്റെ മുന്നിലൂടെയാണ് നമ്മൾ പോകുന്നത്. വടക്കുന്നാഥൻ കണ്ടേരെ കിച്ചുകൊണ്ട് തുള്ളിച്ചടന്ന് എന്തോ ഒരു വലിയൊരു സംഭവം കണ്ട മാതിരി. എന്താ പറയുക, ഇതിൽ നിന്ന് നമുക്ക് ഇരുന്നിട്ട് ഓരോന്ന് കാണുമ്പോൾ ഇല്ലേ ഭയങ്കര ഒരു, അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കറിയില്ല, ഭയങ്കര ഒരു, ഇപ്പം മാങ്ങയിലില്ലേ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നമുക്ക് കയ്യെത്തി പിടിക്കുക, അത്രയും അടുത്താണ് മാങ്ങ മരവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാം ഒരു എന്താ പുതിയൊരു അനുഭവം. നിങ്ങൾ അത് ഇപ്പം നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല. നിങ്ങൾ എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക തന്നെ വേണം. അപ്പോൾ ഇതാ കിച്ചുവിന് ഡാൻസ് കളിക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ നിന്നൊരു ചേട്ടൻ അപ്പോൾ പാട്ട് പാടുന്നുണ്ട്. ആ ചേട്ടൻ എന്താ പേര് മറന്നുപോയല്ലോ, ഞാൻ പേര് ചോദിച്ചിരുന്നു. നല്ല കമ്പനിയൊക്കെ ആയിരുന്നു കേട്ടോ. ചേട്ടൻ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ചേട്ടന് കൊടുക്കണം എന്നുള്ള പറഞ്ഞ് സജിക്ക് നമ്പറെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ കിച്ചു ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നതിനനുസരിച്ച് ഞാനിങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയായിരുന്നു. കിച്ചുവിന് ഇങ്ങനെ 100 സംശയങ്ങളാണ്. അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ റൗണ്ടിലൂടെയാണ്. ശക്തൻ്റെ അല്ല, തൃശ്ശൂർ വടക്കുന്നാഥൻ്റെ ഗ്രൗണ്ടിലൂടെയാണ്. വടക്കുന്നാഥൻ്റെ ആ എൻട്രൻസിൻ്റെ സൈഡിൽ ഒരു ഗോപുരം പോലെ കെട്ടുന്നുണ്ട് കേട്ടോ, റോഡിൻ്റെ നടുക്കായിട്ട് തന്നെ. അപ്പോൾ അവിടെ അതിൻ്റെ എല്ലാം പണി നടക്കുകയാണ്. അതിനടക്ക് കൂടിയാണ് ഈ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇപ്പം വടക്കുന്നാഥൻ്റെ ആ ഒരു പാർക്കിൻ്റെ ആ സൈഡിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗ്രൗണ്ടിൻ്റെ അവിടുന്ന് പാർക്കിൻ്റെ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമുക്കിങ്ങനെ ഈ ബസ്സിലിരുന്ന് കാണുമ്പോൾ ഇല്ലേ ഒരു പ്രത്യേക ഒരു വൈബ് അത്ര തന്നെ. പിന്നെ നമ്മൾ എന്താ കിച്ചു ഇങ്ങനെ തലക്ക് മുകളിലെ ഇലക്ട്രിക്കിൻ്റെ കമ്പികളും അതും ഇതൊക്കെ പോകുമ്പോൾ കിച്ചു പറഞ്ഞാൽ അയ്യോ നമുക്കിപ്പോൾ ഷോക്ക് അടിക്കുന്നത്, നമുക്കിപ്പോൾ മുട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒച്ചപ്പാടാക്കി കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും നമ്മളുമായിട്ട് ടച്ചൊന്നും ചെയ്യില്ല. അത്രയും അവർ എന്താ ഇത് ഈ വണ്ടി ഉണ്ടാക്കുമ്പോൾ അത്രയും നന്നായി ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. യാത്രക്കാർക്ക് ഒരു വിധത്തിലുള്ള അസൗകര്യങ്ങളും ഈ വണ്ടിയിൽ ഇല്ല. ഉദാഹരണം നമ്മളിപ്പോൾ വെയിലിനാണ് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിലും മുകളിൽ റൂഫൊന്നും ഇല്ലെങ്കിൽ കൂടി ഇത് നമുക്ക് എന്താ ഇങ്ങനെ ആകാശം നോക്കിയിട്ട് ട്രാവൽ ചെയ്യാൻ തന്നെ ഒരു സുഖമാണ്. നല്ല വെയിലാണെങ്കിലും നമുക്ക് ആ ഒരു വണ്ടിയിൽ തുറന്നിട്ട് പോകുമ്പോൾ ആ ഒരു ഇത് കാറ്റെല്ലാം അടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തരത്തിലുള്ള ഒരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. സാധാരണ നമ്മൾ ബസ്സിൽ 1 മണിക്കൂർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഭയങ്കര നമ്മൾ ടയേർഡാവും അല്ലേ. പക്ഷേ ഇതിൽ അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ഉണ്ടായിട്ടില്ല. നമ്മളെ അനുഭവമാണെന്ന് പറയുന്നത്. പൊതുവെ കിച്ചുവിന് ബസ്സിൽ പോകുന്നത് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാനും. ഞാൻ ബസ്സിൽ പോകുമ്പോൾ ഛർദ്ദിക്കുന്ന ആളാണ്. പക്ഷേ ഇതിൽ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയില്ല, നമ്മുടെ ആ ഒരു മൈൻഡിൻ്റെ ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാകുന്നതെന്ന് അറിയില്ല. ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ട് തന്നെ നമ്മൾ പോയി വന്നത്. വേഗം തന്നെ നമുക്ക് അധികം ട്രാവൽ ചെയ്തൊരു ഫീലും തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ അവർ പറയും നിൽക്കണം, ഇന്ന സമയത്ത് നിൽക്കണം, ഇന്ന സമയത്ത് ഇരിക്കണം എന്നല്ല. എന്താണെങ്കിൽ അത് ഒന്നാമത് പറയുന്നത് നമ്മൾ വീഴേണ്ട, നമുക്കൊന്നും ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. പക്ഷേ ഈ ബസ്സിൽ നമ്മൾ പോകുമ്പോൾ ഉണ്ടല്ലോ ഗൈസ്, എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്, കിച്ചുവിന് ടാറ്റ കൊടുക്കുന്നുണ്ട്. ഒരു എന്താ മൃഗശാലയിൽ നമ്മൾ മൃഗങ്ങളെ കാണാൻ പോകുന്നതല്ല, നമ്മളെയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. എന്താ ഇങ്ങനെ അതിനിടയ്ക്ക് പാട്ടും ഡാൻസും കളിയും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. എല്ലാവരും നല്ല വൈബായിരുന്നു. അതിനിടയ്ക്ക് പിന്നെ KSRTC-യിലത്തെ ഒരു ഉദ്യോഗസ്ഥൻ ചേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ചേട്ടൻ നല്ല വോയിസിലാണ് ചേട്ടൻ പാടുന്നത് കേട്ടോ. പിന്നെ അതിലത്തെ ബസ്സിലത്തെ ജീവനക്കാരൊക്കെ നമ്മളോട് നല്ലതായിരുന്നു. അവർ ആദ്യം നമ്മളെ വെൽക്കം ചെയ്തു. അതിന് ശേഷം നമ്മളായിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. നമ്മളെ കൂടെ തന്നെ നല്ലൊരു എന്താ നമ്മളെ വീട്ടിലുള്ള ആൾക്കാരെ പോലെ തന്നെ ആയിരുന്നു എല്ലാവരും. ആദ്യം എല്ലാവർക്കും ചമ്മലായിരുന്നു മിണ്ടാനും ഇതാക്കാനുള്ള. പിന്നെ എല്ലാവരും നമ്മൾ സംസാരിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ നമ്മളിതാ തൃശ്ശൂർ റൗണ്ടിലേക്ക് കൂടി കറങ്ങുന്ന അത്ര കേട്ടോ. പിന്നെയെന്ന് പറയുമ്പോൾ ബസ് കയറുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട്, ബസ് കയറി കഴിഞ്ഞാൽ ആർക്കും ഇറങ്ങാൻ പറ്റില്ല. ഈ ബസ്സിൽ പോയി വരുന്നത് വരെ ബസ്സിൽ തന്നെ ഇരിക്കണം. അതുകൊണ്ട് തന്നെ വെള്ളവും നിങ്ങൾക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിക്കണം. പിന്നെ വാങ്ങിക്കുന്ന മാത്രമല്ല, നമ്മൾ വേസ്റ്റൊന്നും അവിടെ ഇടാൻ പാടില്ല. അവരൊരു കവറൊക്കെ ആയിട്ട് വരും കേട്ടോ ആ വേസ്റ്റൊക്കെ വാങ്ങാൻ. അപ്പോൾ അവർക്ക് കൊടുത്താൽ മതി. അല്ലാണ്ട് ആരും പുറത്തിടാനോ വണ്ടിയിലിടാനോ ഒന്നും പാടില്ല. അവർ വണ്ടി നല്ല ക്ലീനായിട്ടാണ് കേട്ടോ. നമ്മൾ പോകുന്ന സമയത്ത് തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവർ വണ്ടി 2-3 പ്രാവശ്യമൊക്കെ കഴുകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വേറൊരു ബസ്സും അങ്ങനെ അത്രയും ക്ലീനായിട്ട് കൊണ്ട് നടക്കുന്നതൊന്നും കണ്ടിട്ടില്ല. ഇത് ഒന്നാമതെന്ന് പറഞ്ഞാൽ നമ്മളെ സൂവിൻ്റെ ആ ഒരു ഇതിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ആ ഒരു ഇതിലുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും ആണോ എന്തെന്ന് അറിയില്ല. എന്തായാലും അവർ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇട്ടാണ് നമ്മൾ ആ വണ്ടി കൊണ്ട് നടക്കുന്നുള്ളത്. നമുക്ക് നമ്മൾ അതിൻ്റെ അടുത്ത് നിന്നിരുന്നു കുറേ സമയം. 3 മണിക്കാണ് അവിടെ നിന്ന് വിടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 2:15 തന്നെ അവിടെ പോയി. ആദ്യം സിനിമ കാണാമെന്ന് പറഞ്ഞിട്ടാണ് നിന്നത്. അപ്പോൾ കിച്ചുവിന്
സിനിമ കാണാൻ ഒട്ടും താല്പര്യമില്ല. ആദ്യമൊക്കെയാണെങ്കിൽ സിനിമ കാണണമെന്ന് ഭയങ്കര നിർബന്ധവും. അപ്പോൾ സിനിമ വേണ്ട എന്താണെങ്കിൽ കിച്ചു കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പോലെ. ആദ്യമാണെങ്കിൽ ഇങ്ങനെ എന്താ കിച്ചു ആദ്യം വേറെ വേറെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ആദ്യക്ക് ഒരു മൂഡ് ഔട്ട് പോലെ, ആദ്യക്ക് ഓള് സിനിമക്ക് പോകണം എന്നുള്ള ഇതിൽ ഓള് ഒരു മൂഡ് ഔട്ട് പോലെയാണ് ഇരിക്കുന്നുണ്ടായത്. എന്തായാലും കിച്ചു ഹാപ്പിയായി. കിച്ചു അങ്ങനെ എവിടെയും ഇങ്ങനെ പോയിട്ടൊന്നുമില്ല. ഇങ്ങനെ കിച്ചുവിനെ ജനിച്ചത് മുതലേ നമ്മൾ ടൂറോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വലുതായിട്ടൊന്നും നടത്തില്ല. ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോകുന്നതല്ലാണ്ട്. അതുകൊണ്ട് കിച്ചുവിന് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റാണ്. കിച്ചു എപ്പോഴും പറയും എന്തായാലും ബാക്കിയുള്ളവരെല്ലാം എല്ലാവരുടെയും ടൂറും കാര്യങ്ങളൊക്കെ നടത്തുന്നവരാണ്. ഇവൾ എവിടെയും അങ്ങനെ പോലില്ല. അതുകൊണ്ട് തന്നെ ഓക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കിച്ചു സന്തോഷിക്കട്ടെ എന്ന് തന്നെ വിചാരിച്ചിട്ട് തന്നെ നമ്മളും പിന്നെ അവളെ കൂടെ കൂടി അത്ര തന്നെ. എന്താ പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കിച്ചു ഭയങ്കര സന്തോഷത്തിലാണ് എന്നുള്ളത്. ഡാൻസ് കളിക്കുന്നത്, പാട്ട് പാടുന്നത്. അത് അപ്പം നമുക്ക് നമ്മളെ കുഞ്ഞുങ്ങൾ സന്തോഷിക്കുമ്പം അതൊരു വലിയ കാര്യമല്ലേ അല്ലേ. പിന്നെ ടൂറും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ എല്ലാവരും മക്കളെ നല്ലോണം ശ്രദ്ധിക്കണം. ഇതായിപ്പോൾ ഇതിനടുത്ത് കുറച്ച് ദിവസം മുന്നേ ഒരു മോള് 15 വയസ്സുള്ള മോള് മരിച്ചത് എല്ലാവരും അറിഞ്ഞിട്ടില്ലേ. അപ്പോൾ നമ്മൾ ടൂറെല്ലാം പോകുന്നുണ്ടെങ്കിൽ മക്കളെ നമ്മളെ കൺവെട്ടത്ത് തന്നെ നമ്മളെ കൂടെ തന്നെ ചേർത്ത് നിർത്തുക. അവരെ ഒറ്റക്കൊന്നും ആക്കാൻ പാടില്ല. എനിക്ക് എവിടെ പോകുമ്പോൾ എനിക്ക് പേടിയാണ്. എന്താ പറഞ്ഞാൽ മക്കൾ നമ്മളെ കൺമുന്നിൽ തന്നെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ മനസ്സിൽ എപ്പോഴും അവരാണല്ലേ. അപ്പോൾ അവരെ നമ്മൾ നന്നായി ശ്രദ്ധിക്കുക. അവരുടെ ഇങ്ങനെ ഒറ്റക്കെല്ലാം പോകുന്നുണ്ടെങ്കിൽ പരമാവധി ഒറ്റക്ക് പോവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല ഇപ്പോഴത്തെ മക്കളൊന്നും. പക്ഷേ നമ്മളത് നല്ലോണം ശ്രദ്ധിക്കണം ഗൈസ്. ഇത് കണ്ടോ നിങ്ങൾ, ഈ പാലം വരുമ്പോൾ കിച്ചു ഇങ്ങനെ അയ്യോ അയ്യോ എൻ്റെ തലക്ക് മുട്ടുമോ എന്നെല്ലാം പറഞ്ഞിട്ട് പേടിച്ചിരുന്ന ആൾ ഇപ്പം ആ ഒരു പേടിയെല്ലാം മാറി ആ വണ്ടിയുമായിട്ട് ഇണങ്ങിയിട്ടാ കിച്ചു. എന്താ പറഞ്ഞാൽ വണ്ടിയിൽ പോയി അത് 2-3 പാലെല്ലാം ഇങ്ങനെ കഴിഞ്ഞേരം കിച്ചു പറഞ്ഞ് ഇനി മുട്ടൊന്നും ചെയ്യില്ല, ഇനി നമുക്ക് ഒന്നും പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നല്ല ഒരു ഇതിലിങ്ങനെ ഓരോരോ പാട്ടും ഡാൻസും ഒക്കെ പാടിക്കൊണ്ട് എന്നോട് 100 സംശയങ്ങൾ. എനിക്കാണെങ്കിൽ ഇങ്ങനെ സംശയം നമ്മളെ ഒരു ആസ്വദിക്കാൻ വിടുന്നില്ല. ഇതിങ്ങനെ അതും ഇതുമെല്ലാം ചോദിച്ചുകൊണ്ട് നിൽക്കുന്നു. പിന്നെ ഗൈസ് എല്ലാവരും വിഷുവൊക്കെ അടിച്ച് പൊളിച്ചില്ലേ അല്ലേ. എല്ലാ മുത്തുമണികൾക്കും ഹാപ്പി വിഷു കേട്ടോ. ഇത് കാണുന്ന എല്ലാ മുത്തുമണികൾക്കും ഹാപ്പി വിഷു. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവരോടും ഒത്തിരി സ്നേഹം മാത്രം. അപ്പോൾ നമ്മളിത് പോകുന്നതിനിടയ്ക്ക് ഒരു ചേട്ടൻ, ഞാൻ പറഞ്ഞില്ലേ KSRTCയിലെ ഒരു ചേട്ടൻ നമ്മളെ കൂടെ വണ്ടിയിലുണ്ടെന്ന്. ആ ചേട്ടൻ്റെ പാട്ട് സൂപ്പറായിരുന്നു. അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ആ ചേട്ടനാണ് ആദ്യം നമുക്ക് ആ വണ്ടിയിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ചേട്ടൻ കരോക്കെ വെച്ചിട്ട് കരോക്കെ വെച്ച് പാടാം. അന്നേരം നമുക്കിത് ട്രാവൽ ചെയ്യുന്ന ഒരാളെന്ന് വിചാരിച്ച്. പിന്നെ അതിനിടയ്ക്ക് ചേട്ടൻ വന്നിട്ട് എല്ലാവരുമായിട്ട് പരിചയപ്പെടുത്തി. എല്ലാവരുമായിട്ട് നല്ല കമ്പനി. ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള ഒരു അഹങ്കാരമൊന്നും ഇല്ലാത്തൊരു പാവം ചേട്ടനാണ് കേട്ടോ. ആ ചേട്ടൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചേട്ടൻ്റെ പാട്ട് ഒത്തിരി നല്ല പാട്ടാണ്. ഒന്നും പറയാനില്ല. എന്താ പറയുക, ആ പാട്ട് ഞാൻ കുറച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടാം കേട്ടോ. ഇനി എനിക്ക് കോപ്പിറൈറ്റ് കിട്ടുമെന്നൊന്നും അറിയില്ല. കോപ്പിറൈറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞാൻ കട്ടാക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇത് നിങ്ങൾ ഈ പാട്ട് കുറച്ച് കേട്ട് നോക്കാം. ചേട്ടൻ പാടുന്ന പാട്ട് കേട്ടോ. വോയിസ് അതേപോലെ തന്നെ ഞാൻ ഇടുന്നുണ്ട്. ആ ചേട്ടൻ്റെ പാട്ട് കൂടി ആയപ്പോൾ ഉണ്ടല്ലോ യാത്രക്ക് ഭയങ്കര ഒരു ഫീലായിരുന്നു. നല്ല രസമുണ്ട്. വെറുതെ പറയുന്നതല്ല, നല്ലൊരു ചേട്ടൻ്റെ പാട്ട് സൂപ്പറായിരുന്നു. പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ഓഡിയോ പ്ലെയർ വെച്ച് കേൾക്കുന്നതിനേക്കാൾ സൂപ്പറായിരുന്നു. ചേട്ടൻ ഒരാൾ പാടി ആസ്വദിച്ച് നമ്മൾ പോകുന്ന ആ യാത്ര ഉണ്ടല്ലോ, ഭയങ്കര ഒരു സുഖമായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏകദേശം സൂവിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഒരു മോനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അവനും പാടി. പിന്നെ ആദീനോട് പാടാൻ പറ്റുമ്പോൾ പിന്നെ ഒക്കെ മടിച്ച് മൈക്കിൽ പാടാൻ ഒക്കെ എന്തോ പേടിയോ, വീട്ടിൽ നിന്ന് ഇങ്ങനെ പാടുന്നതല്ലാണ്ട് പുറത്തുനിന്ന് പാടാൻ ഭയങ്കര പേടിയുള്ള ഒരാളാണ് അവൾ. അതുകൊണ്ട് പേടി തന്നെ. എന്നിട്ട് പിന്നെ വരുമ്പോൾ പറഞ്ഞിട്ട് സാധാരണ പാടുന്ന അങ്ങനെ പാടിയിട്ടൊന്നുമില്ല. അവളിങ്ങനെ കൊളാക്കി പാടിയിട്ട്
പിന്നെ ഗൈസ് അപ്പോൾ നമ്മളിതാ നമ്മളെ സുവോളജിക്കൽ പാർക്കിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഫുള്ള് കാടിൻ്റെ നടുക്കാണ് സംഭവം. അവിടെ എന്താ മൃഗങ്ങളെ ആശുപത്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും അല്ലേ, നല്ല റോഡെല്ലാം നല്ല ഫിനിഷിംഗ് ആണ്, നല്ല സൂപ്പർ റോഡും കാര്യങ്ങളും കാണാൻ ഒത്തിരി എന്താ റീൽസൊക്കെ എടുക്കാനുള്ള സൂപ്പർ സ്ഥലം. നിങ്ങൾ എന്താ യങ്ങായിട്ടുള്ളവർക്കെല്ലാം പോകുമ്പം അടിച്ച് പൊളിക്കാൻ പറ്റിയ, ഇപ്പോഴത്തെ ന്യൂജൻസിനൊക്കെ അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പിന്നെ കാണാൻ ഒത്തിരി കാഴ്ചകൾ എന്ന് പറയാം, മലകളും എന്താ വ്യൂ ആയിട്ട് കുറേ സംഭവങ്ങൾ കാണാനുണ്ട്. നല്ല വ്യൂ ആണ്, നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല വ്യൂ ആണ് കാണാൻ. അത് ഈ ബസ്സിൻ്റെ ഡബിൾ ഡക്കർ ബസ്സിൻ്റെ മുകളിലിരുന്ന് കാണുന്നൊരു കാഴ്ചയുണ്ടല്ലോ ഗായ്സ്, അതൊരു ഒന്നൊന്നര കാഴ്ചയാണ്. അത് നിങ്ങൾ കണ്ട് അനുഭവിച്ചാൽ മാത്രമേ അതിനെ പറ്റിയിട്ട് അറിയൂ. ഇത് നമ്മളൊരു എന്താ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതിൽ ആസ്വദിക്കണം, വെറുതെ പറയുന്നതൊന്നുമല്ല. അപ്പോൾ നമ്മൾ സൂവിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു ഗായ്സ്. സൂവിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ബൈ.